തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മെച്ചപ്പെട്ട പോളിംഗ് 1 മണിവരെ 50% പേർ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗമുണ്ടാകുമെന്നാണ് LDF നേതാക്കളുടെ ആത്മവിശ്വാസം. ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് UDF BJP നേതാക്കൾ പ്രതികരിച്ചു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. രാവിലെ മുതൽ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്ക് അനുഭവപ്പെട്ടു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസും നടി ആക്രമിക്കപ്പെട്ട സംഭവവും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി. LDF-ന് തിളക്കമാർന്ന ജയമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDF-ന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDF-ന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ചരിത്ര വിജയം എന്ന നിലയിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ നേടാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ലോക്സഭയിലെ വിജയം ആവർത്തിക്കുമെന്നും പ്രതിപക്ഷം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അതിൽ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. UDF-ന്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി. മലബാറിൽ ഭയങ്കര ഒരാവേശം ഇന്ന് പ്രകടമാവും. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാകുമെന്ന് BJP നേതാക്കൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കും ജാതി മതശക്തികളുമായി ചേർന്ന് വോട്ട് പിടിക്കുന്ന മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടാവും. മലപ്പുറം കരുവാരക്കുണ്ട് 11-ാം വാർഡിൽ വിവാഹ വസ്ത്രത്തിൽ വധു വോട്ട് ചെയ്യാനെത്തിയത് കൗതുകമായി. ജിൻഷിതയാണ് വോട്ട് ചെയ്യാനെത്തിയത്. ഇതിനിടെ കാസർഗോഡ് കുമ്പടാജിയിൽ LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപം നാടൻ ബോംബ് കണ്ടെത്തി. K പ്രകാശിന്റെ വീടിന് സമീപത്താണ് ബോംബുകൾ കണ്ടെത്തിയത്. കാസർഗോഡ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൂപ് ജോൺ, നിഷാദ് എന്നിവരെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ 6-ാം വാർഡിൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് ഇയാളെ മാറ്റി പകരം മറ്റൊരാളെ നിയോഗിച്ചു. കണ്ണൂർ മൊറാഴ സൗത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ലോട്ടറി വിൽപ്പന തൊഴിലാളി KP സുധീഷാണ് മരിച്ചത്. UDF സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ വോട്ടെടുപ്പ് മാറ്റി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.